വയനാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ പ്രവർത്തകരും പോലീസും ഇപ്പോൾ ഏറ്റുമുട്ടിയിരിക്കുന്നു. അനൂപ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, വ്യാപകമായ സംഘർഷം ഇപ്പോൾ ഈ മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്പസമയം മുൻപാണ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. എന്നാൽ പോലീസ് ബാരിക്കേഡുകൾ മാറ്റി തള്ളി മാറ്റി അകത്തു കയറാനുള്ള നീക്കം പോലീസ് തടഞ്ഞു. അതോടൊപ്പം പ്രവർത്തകർ SP ഓഫീസിലെ ഉൾപ്പെടെ മാർച്ച് നടത്താനും ശ്രമം നടത്തി. അവിടെയും ബാരിക്കേഡുകൾ മറികടന്നു പോകാൻ ശ്രമിച്ചു. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാണ് അവർ നടത്തിയത്. എന്നാൽ അത് പോലീസ് തടഞ്ഞു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ ഒരു അക്രമ സ്വഭാവം കാണിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് പോലീസ് ഒരു ലാത്തി വീശിയത്. തുടർന്ന് ഒരു സംഘർഷാവസ്ഥ അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായി. പോലീസ് ലാത്തി വീശിയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയത്. ഒരു ആ വിധത്തിൽ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യം അല്പസമയം മുൻപ് വയനാട് ജില്ലാ കളക്ടറേറ്റ് പരിസരത്ത് ഉണ്ടായി. സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ ആയതുകൊണ്ട് പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റുന്നു. അവരെ ആശുപത്രികളിലേക്ക് മാറ്റി. ഏതായാലും നിലവിൽ സംഘർഷാവസ്ഥ ആയിരിക്കുകയാണ്. ശരി അനൂപ്, വയനാട്ടിൽ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇപ്പോൾ ഏറെക്കുറെ സമാധാനപരമാണ് കാര്യങ്ങൾ. വിവരങ്ങളാണ് അനൂപ് KR വയനാട്ടിൽ നിന്നും നൽകിയത്.